ജെയിൻ കുറേ കാലങ്ങൾ കഴിഞ്ഞ് മിലിറ്ററിയിൽ നിന്ന് അവളുടെ ഹസ്ബൻഡിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരാണ്. ഹസ്ബൻഡിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കണ്ണെല്ലാം കല്യാണം കഴിച്ചെന്ന്. അത് കേട്ട് ജെയിൻ ചോദിക്കുകയാണ്, ഇപ്പം നിനക്ക് മറക്കാൻ പറ്റുമോ എന്നെ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇല്ല, ഞാൻ എങ്ങനെ ശ്രമിച്ചിട്ടും എനിക്ക് നിന്നെ മറക്കാൻ പറ്റണില്ല, ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് അവനോളും കൂടി അവിടെ കാറിലിരുന്ന് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അവർ ഭയങ്കര സ്നേഹത്തോടു കൂടി എല്ലാം പെരുമാറുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവൻ പറയുന്നുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ, നമുക്ക് 2 പെൺകുട്ടികൾ വേണം, അവരെയും കൊണ്ട് എല്ലാ ആഴ്ചയിലും മിൽക്ക് ഷേക്ക് കുടിക്കാൻ വേണ്ടി പോകണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജെയിൻ അത് നിനക്ക് ഇപ്പോഴും സാധിക്കും, എനിക്കെന്നല്ല നിനക്ക് സാധിക്കും, ഞാൻ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് ജെയിൻ അവിടെ നിന്ന് പോകുമ്പോൾ കരയുന്ന സൗണ്ട് കേട്ട് അവൻ അവിടെ നിന്ന് ഓടി വന്ന് പെണ്ണിനെ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കുമ്പോൾ ജെയിൻ അവിടേക്ക് വരുന്നുണ്ട്. എന്നാൽ ജെയിനോട് ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് പെൺ പെരുമാറിയത്. എന്നാലും ഈ സാറിലേക്ക് ഇരുത്തുന്നുണ്ട്. ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്ക് ആശുപത്രിയിൽ എത്തുന്ന ജെയിൻ പറയുമ്പോൾ 20 മിനിറ്റ് ഒന്നും എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റൂല, എനിക്കിതെന്തോ ഇപ്പൊ തന്നെ നടക്കുന്ന തോന്നുന്നതെന്ന് പറയാണ്. വേറെ വഴിയില്ലാതെ ജെയിൻ തന്നെ അവളുടെ പ്രസവം നോക്കാണ്. അങ്ങനെ അവർക്ക് ഒരു പെൺകുട്ടി ജനിക്കുകയാണ്. ജെയിൻ ആ കുട്ടി അവന്റെ കൈ കൊടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വരുന്നെന്ന്. അത് കേട്ട് ജെയിന് സന്തോഷമാണോ സങ്കടമാണോ വന്നതെന്ന് അറിയില്ല. അവൾ ഒരു കുട്ടിയെ കൂടി കാട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, അത് നിന്റെ കുട്ടിയാണ്, അന്ന് കാറി വെച്ച് അങ്ങനെ കഴിഞ്ഞു പോയതിന് ശേഷം ഞാൻ പ്രഗ്നന്റ് ആയി, അത് നിന്റെ കുട്ടിയാണ്, ഇപ്പൊ നമുക്ക് 2 മക്കളുണ്ട്, അവരെയും കൂട്ടിക്കൊണ്ട് നമ്മൾ ആഴ്ചയിൽ മിൽക്ക് ഷേക്ക് കുടിക്കാൻ വരുന്ന പോലെ അവളെയും കൂട്ടിക്കൊണ്ട് ഞാൻ എല്ലാ ആഴ്ചയിലും മിൽക്ക് ഷേക്ക് കുടിക്കാനായിട്ട് ഇവിടേക്ക് വരാറുണ്ടെന്നും പറയാണ്. അങ്ങനെയാണ് ഇപ്പൊ അവർ രണ്ടുപേരും കണ്ടുമുട്ടിയത്. അങ്ങനെ